ഹായ് ഓൾ, എല്ലാവർക്കും മിക്കീസ് ക്ലേ ആൻഡ് കോമ്പസിലേക്ക് സ്വാഗതം. കൾച്ചറും ട്രഡീഷനും ടേസ്റ്റും അന്വേഷിക്കുന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രീലങ്കയുടെ ഹൃദയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പരമ്പരാഗത ഭക്ഷണവും മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളും പഴയകാല പാചക രീതി എല്ലാം കൊണ്ടുള്ള കുറച്ച് സമയം. അതുകൊണ്ട് തന്നെ ഒരു കസേരയൊക്കെ എടുത്തിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമുക്കൊരു ഓൾഡ് ഫാഷൻ കുക്കിംഗ് രീതി നമുക്ക് കാണാം. Welcome to the video. Fried lake fish. Chili powder. What fish is this? Oh, what kind of a fish? Lake fish. Lake fish. Oh, okay, lake fish. Turmeric powder. ഞാനെൻ്റെ മുറി ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ചോദ്യം ചോദിച്ച് അവിടെ നിന്ന് ആ പുള്ളിക്കാരെന്നെ പുറത്താക്കാതിരുന്ന ഭാഗ്യമായി. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ സാധാരണ ഇത് പുഴയിൽ നിന്ന് കിട്ടുന്ന മീനല്ലേ, അത് വെച്ചിട്ട് ഫിഷ് ഫ്രൈ. നിറയെ വെളിച്ചെണ്ണയിലിട്ട്, വെളിച്ചെണ്ണയാണ് എണ്ണയാണെന്നറിയില്ല, നിറയെ വെളിച്ചെണ്ണയിലിട്ട് അങ്ങ് വറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കമീനാവില്ലേ, ആ ഒരു പരുവത്തിലേക്ക് ഒരു വറുത്തെടുക്കും. അത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത് ലേക്ക് ഫിഷാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് ഉണക്കമീൻ പോലെ തോന്നുള്ളൂ കഴിക്കുമ്പോൾ, അത്രയ്ക്ക് അങ്ങ് വറക്കും. We call this it as a parippu. Parippu, yeah. Sri Lankan called parippu. Is it? Yeah. Oh, okay. I call dal English name. Yeah. And Sri Lankan parippu. We are also calling parippu in Kerala. മുഴുവൻ മണ്ണ് പാത്രം വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് ശരിക്കും. This is luno. Luno. Biluno. Okay. We called it as savala. Savala. Yeah. പാവം ചേച്ചിനെ ഞാൻ സവാള പറയാൻ പഠിപ്പിച്ചു, പക്ഷേ വെളുത്തുള്ളിൽ ചേച്ചി പെട്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുമോ? With parippu. Parippu curry. Parippu curry. Okay. പിന്നെ ഈ കത്തി വെച്ചിട്ട് ആ ചേച്ചി ഒരു ടെക്നിക്ക് കാണിക്കുന്നുണ്ട്. എന്തു സ്പീഡിലാണെന്നറിയോ, നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ആ ചേച്ചി സവാള കഴുകുന്നുണ്ട്, വേപ്പില കഴുകുന്നുണ്ട്, പിന്നെ ഒരു സാധനവും കൂടെ കഴുകുന്നുണ്ട്, ഒരല്ല. അത് ആ ചേച്ചി പറഞ്ഞിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തന്നോട്ടാ. This is garlic, right? Garlic, and you called it Sudulunu. We called it as Velutulli. Sorry? Velutulli. Nah, it's a little bit complicated. I hope. Come here. Yeah. Oh, this is 3-in-1. You can cook here. Oh, that is really good. Okay. What is this? This one? Pandan leaves. Pandan. Oh, okay. This is that one. This is Okay. That is a very good technique. കണ്ടാ അരിയുന്നുണ്ട്. അപ്പോൾ സവാള അരിയൂട്ടാ, ഒരു രക്ഷയില്ല. കൈ എപ്പം മുറിഞ്ഞെന്ന് ചോദിച്ചാൽ അത് നോക്കി, എൻ്റെ ദൈവമേ, പേടിച്ചു പോകും കാണുമ്പോഴേക്ക്. പക്ഷെ അവർക്കത് നല്ല ശീലം, വെറുതെ കത്തി ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. chili powder.
ഈ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിപ്പോൾ കാണാം കേട്ടോ, രസമാണ്. നമ്മളിടാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ഇടും. സാധാരണ നമ്മുടെ ട്രഡീഷണൽ കേരള പരിപ്പ് കറിയില്ലേ, അതല്ലാതെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടും പരിപ്പ് കറിയിൽ. ഒരു പ്രത്യേക രുചിയാണ് അത് ഇടുമ്പോഴേക്കും. കണ്ടോട്ടാ. റോസ്റ്റഡ് കറി പൗഡർ. ഇതാണ് സാധനം, റോസ്റ്റഡ് കറി പൗഡർ. അവർ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് ഇടുന്നത്. അവിടെ ശ്രീലങ്കൻ സ്പൈസസ് കടകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും റോസ്റ്റഡ് കറി പൗഡർ എന്ന് പറഞ്ഞിട്ട്. ഇത് പരിപ്പ് കറിയിലിടും. പക്ഷെ ആ കറി കഴിക്കണം, എന്ത് രസമാണെന്ന് അറിയാം, ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ഇടുന്ന കേട്ടോ, വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് വേറെ രുചിയായിപ്പോയി. പണ്ട് തറവാട്ടിലൊക്കെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ അടുപ്പ്. ഈ 3 ഇതിൻ്റെ, അത് പുകയില്ലാത്ത അടുപ്പാട്ടോ. പുകയില്ലാത്ത അടുപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ ഈ മണ്ണ് വെച്ചുണ്ടാക്കുന്ന അടുപ്പിൽ ഈ 3 അടുപ്പ്, അത് ഭയങ്കര ഒരു പുതിയൊരു കാര്യമായിട്ടാണ് തോന്നി. വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാതെ ഞാൻ ഓരോന്നോരോന്നെടുത്ത് നോക്കി. ഇത് മറ്റേ താളിക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാര്യം അതല്ല, വേറെ സംഭവമുണ്ട് താളിക്കാനുള്ളതല്ല അത്. വേറെ ഉണ്ട് കേട്ടോ. ഇതെന്താ അറിയോ, ഇത് ചക്കയാണ്. ചക്ക വെച്ചിട്ടുണ്ടാക്കിനെ കണ്ടിരിക്കുമ്പോൾ ചിക്കനാന്ന് തോന്നും. ശരിക്കും ഞാൻ ചിക്കനാണെന്ന് വിചാരിച്ച്. പക്ഷെ അത് ഞാൻ തുറന്ന് നോക്കിയില്ല അതെന്താണ്. അവർ വെച്ചിരിക്കുന്ന സ്പൈസസുകളൊക്കെയാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കണ്ടോ, മറ്റേ ഈ മണ്ണ് വെച്ചിട്ട് അവർ തേച്ചേക്കണതാണ് മതിൽ. Coconut? Yeah, sure. ഇത് നേരത്തെ വറക്കാനിട്ടിരുന്ന മീനില്ലേ, ഇത്ര നേരം എടുക്കും വറക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ വറുത്ത് അവസാനം ഇത് ഉണക്കമീൻ പോലെ ആകും. ശരിക്കും നമ്മളത് കടിച്ചു കഴിയുമ്പോൾ ശരിക്കും ഉണക്കമീൻ പോലെ തോന്നും. മോൾ എന്നോട് ചോദിച്ചാൽ അത് ഉണക്കമീനാണോ അമ്മേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല മോനെ, അത് ശരിക്കും മീനാണ്. Dara lippe. Dara lip. This kind of okay, fire. Okay. We call it as an aduppu. Aduppu. ADUPP. I hope aduppu. 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 Just start. Yeah. തേങ്ങവെള്ളം എനിക്ക് കുടിക്കാൻ തന്ന ചിരട്ടയിൽ, അത് നല്ല വൃത്തിയാക്കി വെച്ചേക്കണ ചിരട്ടയിൽ. ഇത് നമ്മുടെ പഴയ നമ്മൾ സാധാരണ ചിരവ വെച്ചിട്ട് ആക്കൂലേ, അത് തന്നെ. പക്ഷേ ഈ ചിരവ വേറെ രീതിയാണ് കാണുന്നത്. എന്നിട്ട് ഞാനൊന്ന് ട്രൈ ഒക്കെ ചെയ്തായിരുന്നേ, പക്ഷെ കൈ പോയി. What do we call this? Hiramane. Hiramane. Yeah. Okay. We call it as cherava. Cherava. ഇത് പരിപ്പ് കറിയാണ്. സംഭവം ശരിക്കും വെന്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പുക മുഴുവൻ ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഭയങ്കര പാടായിരുന്നു. ഉണ്ടോ, ഒരുമാതിരി ഫോഗി എഫക്റ്റ് ആയിരുന്നു മുഴുവൻ. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഇത് കുക്കറിലിട്ട് 2 അടി ശീശി. Coconut sambar. Chili. You like spicy? No? Yeah. ഇതാണ് ശ്രീലങ്കൻ ട്രഡീഷണൽ സാമ്പാൽ അങ്ങനെയാണെന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ആ നാരങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് സംഭവം, സാമ്പാൽ. ഇത് നമ്മളുടെ ചമ്മന്തി പോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ മിക്സിയിലടിക്കാൻ പറ്റാതെ കല്ലിൽ തന്നെ അടിക്കുമ്പോഴേക്കാണ് ആ രുചി കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ്. പക്ഷെ വലിയ പണിയൊന്നുമില്ല. ഒന്ന് ചതച്ച് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, സംഭവം അടിപൊളിയായി. ഒതുക്കി ശരിക്കും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പണിയുള്ളൂ. പക്ഷെ നല്ല രുചിയിൽ
കഴിക്കാൻ പറ്റും. ഇവരാണെങ്കിൽ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കും, പിന്നെ അപ്പമില്ലേ അത്, അങ്ങനെ ഇതിൻ്റെയൊക്കെ കൂടെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പത്തിൻ്റെ കൂടെ വേറെ കറിയൊന്നുമില്ല, ഇതാണുള്ളത്. പക്ഷേ രസമായിട്ട് നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ കഴിക്കാൻ പറ്റും, പക്ഷേ രസമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് സവാള ഇടുള്ളൂ, എന്നിട്ട് ബാക്കി കുറച്ച് തേങ്ങ. ഒരുപാട് തേങ്ങ ഇടില്ല, അപ്പോൾ രുചി വേറെ ആയിപ്പോവും. അതുകൊണ്ട് അധികം തേങ്ങ ഇടില്ല. പിന്നെ നമ്മൾ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ തേങ്ങ ഒരുപാട് കൂടിയാലും ചെമ്മീൻ ഒരുപാട് കൂടിയാലും ചെമ്മീൻ ചമ്മന്തിയുടെ രുചി വേറെ വ്യത്യാസം വരില്ലേ, അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ചമ്മന്തി പോലെ ഇതിങ്ങനെ ഒതുക്കി എടുക്കുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് പ്രപ്പോർഷൻ വരുമ്പോഴേക്കുമാണ് ഇതിനാ രുചി വരണത്. ഒരു ഒതുക്കി നല്ല രസമായിട്ട് കഴിഞ്ഞു, തീർന്നു, ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇനിയൊരു രസം ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ചെറുനാരങ്ങ നമ്മൾ ചമ്മന്തിയിൽ സാധാരണ ഒഴിക്കുന്നത് പുളി, വാളംപുളി അല്ലേ, ഒഴിക്കണതല്ല, ചതക്കണത് വാളംപുളി. പക്ഷേ ഇത് ചെറുനാരങ്ങയാണ്. പക്ഷേ അതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. സുഖമായിട്ട് അങ്ങ് എടുക്കും. എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒതുക്കി എടുക്കും. Finished. It's very easy. Very tasty too, I hope. I like this one and Bread. is very tasty. ഇവരിത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഈ ചേച്ചി പറയണത്. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ശ്രീലങ്കയിൽ വന്നു കഴിഞ്ഞാൽ ബേക്കറീസിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഷോപ്സുകളിൽ നിറയെ ബ്രെഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിറയെ ബ്രെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ബേക്കറീസിലൊക്കെ. പക്ഷെ അവിടെ ഞാൻ കയറിയില്ലെന്ന്, കയറണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷെ കയറിയില്ല സംഭവം. ഇവർ എന്താ ചെയ്യണമെന്നറിയാമോ, മറ്റേ പാലില്ലേ, പാലെടുക്കുന്നത് ഇങ്ങനെയാണ്, തേങ്ങാപ്പാൽ എടുക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് പിഴിഞ്ഞെടുക്കും. നമ്മൾ പായസത്തിനൊക്കെ പിഴണ പോലെ ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കും. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് പരിപ്പ് കറിയിലേക്കാണ്. പരിപ്പ് കറിയിൽ പാലൊഴിക്കും. അത് എന്നിട്ട് കുറുക്കിയെടുക്കും. എന്നുവെച്ചാൽ ഒരുപാട് കുറുകിയില്ല, പക്ഷേ അതിനകത്ത് പാലുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ ഭയങ്കര സിമ്പിളൊരു കറിയാണത്, പക്ഷെ ഭയങ്കര ടേസ്റ്റും ഭയങ്കര രസമാണ്. ഇതവർ കുറച്ച് അതിനകത്ത് ഉപയോഗിക്കുള്ളൂ. ഞാൻ കണ്ട കുറച്ച് ഇതങ്ങ് ഒഴിക്കും, ഇങ്ങനെ അങ്ങ് ഒഴിച്ച് എന്നിട്ട് ഇളക്കി എടുക്കും. ഇളക്കിയെടുത്തിട്ട് അങ്ങ് വയ്ക്കും. ബാക്കി മറ്റേ ഇത് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് സംഭവം അടിപൊളിയാവും. പക്ഷെ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ എന്നിട്ട് അതങ്ങ് വറ്റിക്കും, കുറച്ചങ്ങോട്ടങ്ങ് വറ്റിച്ചിട്ട് എടുക്കും. എന്ത് രസമാണെന്ന് പറയുക കഴിക്കാനായിട്ട്. പരിപ്പ് കറി വീട്ടിലുണ്ടാക്കുമെന്നാണ് ചേച്ചി ചോദിച്ചു. എന്നിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ആ വീഡിയോ ഇല്ല കേട്ടോ അതിനകത്ത്. But not with coconut milk. No, it's on. Kulle. Yeah, we call it as moram. Moram. This rice no too much skin, red color. Skin? Okay. ഇവിടെ ഫുഡിന് 2 തരം അരി അവർ സെർവ് ചെയ്യും. തവിടുള്ള അരിയും അതായത് വെള്ള അരിയും കൂടെ അവർ സെർവ് ചെയ്യണത്. തവിടുള്ള അരി നമുക്ക് കിട്ടും, പക്ഷേ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും തവിട്, അതിലും കൂടുതൽ തവിടാണ് ഇവിടെ ഉള്ളത്. അതാ രസം. What is this? It's a chicken. No. ഇത് ചക്ക വെച്ചിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ശരിക്കും മണക്കം പറയാൻ പറ്റും. കുരുമുളക്, വെളുത്തുള്ളി, ശരിക്കും രസത്തിൻ്റെ പോലെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. What is that? It's wild mango. Wild mango. Wild mango. Very tasty. Sugar taste. Okay. I put it sugar, but this one Jaggery. no. This one sour taste. Sour taste. Oh, okay. Cooking, I take put it sugar.
മാങ്ങക്കറി അപ്പോൾ ഇത് വൈൽഡ് മാംഗോ അങ്ങനെയാ പറഞ്ഞത്. This is tapioca, yeah. We call it as kappa. Kappa. K-A-P-P-A. Kappa. We used to eat kappa with fish curry. Fish curry. Yeah. Very much, very tasty. This is pickle. Pickle. Yes. Mango. No, raw papaya. Ah. Small onion. Carrot. Carrot. Vinegar. Vinegar. കപ്പങ്ങയ്ക്ക് ഇത്ര പുളി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ആ പിക്കിള് വായിലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഈ ഒരു പ്രത്യേക രുചി, ഭയങ്കര പുളിയൊക്കെ ആയിട്ട് എന്ത് ടേസ്റ്റാന്ന് അറിയോ. നല്ല രസമുണ്ടായി. ഇതാണ് ഇന്നത്തെ മെനു. കാണാൻ തന്നെ നല്ല ഭംഗിയിട്ടില്ല, നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്നത്. അത് രസം. ഇനി വരാനാണ് രസം. ഇതിൻ്റെ മറ്റേ നമ്മൾ കഴിക്കുന്ന പാത്രമില്ല, അത് ശരിക്കും അടപ്പ് പോലെ ഇരിക്കുന്നു, അതുപോലെ ഇരിക്കുന്നു. This is പരിപ്പ് കറി. പരിപ്പ് കറി. പരിപ്പ് കറി ഇനി മീൻ വറുത്തതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെനു കഴിഞ്ഞു. ഇത്രയാണ്. പക്ഷേ മീൻ വറുത്തത് ശരിക്കും ഉണക്കമീൻ പോലെ ഇരിക്കുന്നത്, പക്ഷെ കഴിക്കാൻ നല്ല രസമുണ്ടായി. ഇന്നത്തെ നമ്മളുടെ മെനു ദേ വെള്ളച്ചോറുണ്ട്, തവിടുള്ള ചോറ്, പിന്നെ ചക്കയുടെ കറി, കപ്പ, പിന്നെന്താ മാങ്ങക്കറി, പിന്നെ പിക്കിള്, പരിപ്പ് കറി, പിന്നെ മീൻ വറുത്തതും. പപ്പടം ഉണ്ടായിരുന്നു എന്ന് തോന്നണം കേട്ടോ. ഇതാണ് കുറച്ചെടുക്ക പിക്കിള. അടുത്തെടുത്തു. നന്ദുവേട്ടന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സാമ്പാർ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. ചമ്മന്തിയാ, നമ്മുടെ ചമ്മന്തിയുടെ എന്തോ പിക്കിള മോളെ. ഞാൻ ആദ്യം തന്നെ തവിടുള്ള ചോറാട്ടോ ട്രൈ ചെയ്തത്. എനിക്ക് തവിടുള്ള ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കുത്തരി ചോറിന് ഇത്രയും തവിടില്ല ശരിക്കും. അതിന് നമ്മൾ സെപ്പറേറ്റായിട്ട് വേറെ വാങ്ങേണ്ടി വരും. പക്ഷേ തവിടുള്ള ചോറ് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെ ചക്ക ഞാൻ അധികം കൊടുത്തില്ല, ഗ്യാസ് വരുമെന്ന് പേടിച്ചിട്ട്. പക്ഷേ അതിനകത്ത് രസത്തിൻ്റെ പോലത്തെ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത്രയും കുഴപ്പം തോന്നിയില്ല കേട്ടോ. പിന്നെ കപ്പയിൽ പക്ഷേ കുറച്ച് നമ്മളിടുന്ന പോലെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു. നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ കഴിക്കാൻ കപ്പ വെച്ചപ്പോൾ ശരിക്കും ഒരു മീൻകറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊരു പ്രശ്നമല്ലായിരുന്നു, അത്രയും മെനു അടിപൊളിയായിരുന്നു. ഇത് വൈൽഡ് മാംഗോ, പക്ഷേ മാംഗോ ആണെന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചപ്പോൾ എനിക്ക് മാംഗോ പോലെ ശരിക്കും അങ്ങ് ഫീൽ ചെയ്തിട്ട് കേട്ടോ. വേറെ എന്തോ ശരിക്കും കടിക്കാൻ പറ്റുന്നു, ഇങ്ങനെ ശരിക്കും കടിക്കാൻ പറ്റും നമുക്ക് ശരിക്കും. പിക്കിള്, അയ്യോ ഇതൊരു സംഭവമായിരുന്നു കേട്ടോ ഈ പിക്കിളെന്ന് പറഞ്ഞാൽ. ശരിക്കും നല്ല പുളിയും അത്യാവശ്യം എരിവും. പരിപ്പ് കറി, ഇത് രസമാണ് കഴിക്കാൻ. ഈ പരിപ്പ് കറി ശ്രീലങ്കയിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് ഇതില്ലാതെ പറ്റേയില്ല പരിപ്പ്. ഇപ്പം നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ, പുള്ളിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ പരിപ്പുണ്ടാവും എന്നാണ് പറയണത്. അതാ രസം. മീൻ വറുത്തത്, അയ്യോ ഉണക്കമീൻ പോലെ തന്നെ ഇരിക്കും. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്ക് ഇത് നോക്കിയത് ചുറ്റിനെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചട്ടിച്ചോറ് പോലെയല്ലേ കണ്ടാ, ശരിക്കും അതുപോലെ തന്നെ ഇരിക്കും. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ കഴിക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷേ അവിടെ ഇരുന്ന് വീഡിയോ വേറെ വെച്ച് കഴിക്കാൻ പറ്റില്ല. അതാ ഇത് അവിടുത്തെ ചേച്ചിയില്ലേ, പാചകം ചെയ്ത ചേച്ചിയുടെ മോൻ്റെ വാവയാണ്. 3 മാസമേ ഉള്ളൂ. എനിക്ക് അതിനെ കണ്ടിട്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. എൻ്റെ ദൈവം എന്ത് രസമല്ലേ. ഇതേ അടുത്ത ആൾ, എൻ്റെ ഈശ്വര, അവിടെ വെറുതെ ഓടി നടന്നിരുന്നൊരു കുഞ്ഞാണത്. ഇവരുടെ തന്നെ പട്ടിയാട്ടോ.
അതിൻ്റെ വാവ. മോൾക്ക് പട്ടിക്കുട്ടീനെ കണ്ടിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല, എൻ്റെ പുറകെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ആ ചേച്ചിനോട് ബായ് പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഫുഡ് കൾച്ചർ മനസ്സിലായി ശ്രീലങ്കയിൽ എന്താണെന്നുള്ളത്. ഒരുപാട് സന്തോഷം തോന്നി ശരിക്കും. ഒരുപാട് താങ്ക്ഫുള്ളുമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ ടാറ്റാ.